വിശദമായ വാർത്തയിലേക്ക്. ഇന്ത്യൻ നാവികസേനയുടെ സ്പീഡ് ബോട്ട് മുംബൈയിൽ യാത്രാ ബോട്ടിലിടിച്ച് 13 പേർ മരിച്ചു. എഞ്ചിൻ ട്രയൽ നടത്തുകയായിരുന്ന ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ ഒരു നാവിക ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. 10 ഫെറി യാത്രക്കാർ മരിച്ചു. നാവികസേനയുടെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേർ ഉൾപ്പെടെ 102 പേരെ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്ന. മനു, വലിയൊരു അപകടമാണ് നടന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ടൊരു അപകടം ഉണ്ടായത്. ഇത് പ്രധാനമായും ഈ നാവികസേനയുടെ ബോട്ട് അത് എഞ്ചിൻ ട്രയൽ നടത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ട്രയൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു ഫെറിയിലാണ് ഈ ബോട്ട് ഇടിക്കുന്നത്. 110ഓളം യാത്രക്കാരുമായി എലിഫന്റ കേവ്സിൽ നിന്നും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ഈ ബോട്ട്. സ്വാഭാവികമായും നിയന്ത്രണം വിട്ട നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചതിനെ തുടർന്ന് ഈ ബോട്ട് വെള്ളത്തിൽ വീണു. വലിയ ആശങ്കകൾ ആ ഘട്ടത്തിൽ തന്നെ അത് പരത്തി. കാരണം ഈ യാത്രാ ബോട്ടിൽ 20ഓളം കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറി. പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നാവികസേന ഏർപ്പെടുത്തി. 11 നാവിക ബോട്ടുകൾ അവിടേക്ക് എത്തുകയും 3 മെറൈൻ പോലീസിൻ്റെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ എത്തി. ഹെലികോപ്റ്ററുകൾ വന്നു. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ സേന അവിടെ രംഗത്തിറങ്ങി. മത്സ്യത്തൊഴിലാളികൾ വന്നു. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടി 102 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഒരല്പം ആശ്വാസം പകരുന്നു. അതേസമയം 13 ആളുകൾ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിൽ ഒരു നാവിക ഉദ്യോഗസ്ഥൻ, 2 സാങ്കേതിക വിദഗ്ധരും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. യാത്രാ ബോട്ടിലുള്ള 10 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ വസ്തുതയായി തുടരുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ JNPT ഹോസ്പിറ്റലിലും അതുപോലെ നേവൽ ഡോക്യാർഡിലും അശ്വിനി ഹോസ്പിറ്റലിലും സെന്റ് ജോർജ് ഹോസ്പിറ്റലിലുമൊക്കെയായി ചികിത്സയിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി ഒരാളുടെ നിലയാണ് ഏറ്റവും ഗുരുതരമായുള്ളത്. ബാക്കിയുള്ളവരുടെ നില അത്ര പ്രശ്നമല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും സൗത്ത് മുംബൈയിലെ കൊലാബ പോലീസ് സ്റ്റേഷൻ FIR രജിസ്റ്റർ ചെയ്ത് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി ഈ രക്ഷപ്പെടുത്തിയ ആളുകളിൽ 102 പേരിൽ ഒരാളുടെ നില മാത്രം ഗുരുതരം. ബാക്കിയുള്ളവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദുഃഖം അറിയിച്ചു. ഒപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരിക്കേറ്റ ആളുകൾക്ക് 50,000 രൂപ വീതമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പോലീസും ഇത് അന്വേഷിക്കും. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബോട്ടിന് നിയന്ത്രണം നഷ്ടമായത്, എന്താണ് അങ്ങനെ നിയന്ത്രണം നഷ്ടമാകാനുള്ള സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. നാവികസേന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം അപകടത്തിൽ കുടുങ്ങിയ നാവിക ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ ഒരു നടുക്കം, പ്രത്യേകിച്ച് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായുള്ള ഒരു സ്ഥലത്ത് ആളുകൾ ഈ ഫെറിയിൽ യാത്ര ചെയ്യുമ്പോൾ 110ഓളം ആളുകൾ, കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നൊരു സംഘമാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നത് എല്ലാവരെയും പെട്ടെന്ന് തന്നെ നടുക്കുന്ന ഒരു സംഭവമായി മാറി. ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം അത് വളരെ നിർണായകമായിരുന്നു അല്ലേ? കാരണം ഇല്ലെങ്കിൽ മരണസംഖ്യ കൂടിയേനെ. അത്രത്തോളം വലിയൊരു അപകടമാണ് നടന്നത്. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തകർ എത്തി എന്നുള്ളത് വലിയ ആശ്വാസമാണല്ലേ? അതെ, ഇതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് അപകടത്തിൻ്റെ അല്ലെങ്കിൽ അപകടത്തിൽ മരണസംഖ്യ അധികം വർദ്ധിക്കാതെ അല്ലെങ്കിൽ 10-ൽ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ 13-ൽ കൂടാതിരിക്കാനൊക്കെയുള്ള ഒരു കാരണം ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചു എന്നതാണ്. യാത്രക്കാർ പലരും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ആളുകൾ മുങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവായി. അല്ലെങ്കിൽ വലിയ അപകടത്തിൻ്റെ തോത് കുറെ കൂടി വലുതായി പോയേനെ. ഏതായാലും ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചതിനാൽ ആളുകൾക്ക് അവിടെ സുരക്ഷ കുറെ പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. 11 നാവികസേനയുടെ ബോട്ടുകൾ പെട്ടെന്ന് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മറൈൻ പോലീസ് ദ്രുതഗതിയിൽ അവിടെ എത്തി. കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ലഭ്യമായി. കാരണം ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവിധ
സജ്ജീകരണങ്ങളും പെട്ടെന്ന് എത്തിക്കാനും അത് പരിശോധിക്കാനും ഒക്കെ കഴിഞ്ഞു. ഹെലികോപ്റ്ററുകൾ എത്തി. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി രംഗത്തിറങ്ങി. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തയ്യാറായി. ഏതായാലും ഈ ബോട്ട് 3:15 കൂടിയാണ് ഈ എലിഫൻ്റ് ഐലൻഡിൽ നിന്ന് യാത്ര തിരിച്ചത്. തുടർന്നാണ് ഈ 4 മണിയോടുകൂടി ഈ അപകടത്തിൽ പെടുന്നത് എന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. അതായത് എലിഫൻ്റ് ഐലൻഡിൽ നിന്ന് മുംബൈയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യയാണ് അപകടം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ ഈ ഒരു യാത്ര ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്. ഇത്രയും വലിയ യാത്രാ ഫെറികളിൽ സുരക്ഷിതമായി ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇതുപോലുള്ള നാവികസേനയുടെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ എഞ്ചിൻ ട്രയലുകൾ നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമാണ്. മനുഭാരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു അപകടം, 13 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്.